ആരെങ്കിലും എന്നോട് തെറ്റ് ചെയ്തു, അതിനാൽ അവർക്കും തെറ്റ് ചെയ്യണോ? നിങ്ങൾക്ക് സംഭവിക്കുന്നത് എല്ലാം കഥ മുഴുവൻ പറയുന്നു. ഒരിടത്ത് വഞ്ചിക്കപ്പെട്ടു. ശരി, എന്തിനാണ് അവിടെ പോയത്? വഞ്ചിക്കപ്പെടാനല്ലല്ലോ അവിടെ പോയത്. അവിടെ എന്തോ അനുമാനമുണ്ടായിരുന്നു, എന്തോ പ്രതീക്ഷയുണ്ടായിരുന്നു, എന്തോ ആഗ്രഹമുണ്ടായിരുന്നു, എന്തോ നല്ലതായി തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവിടെ പോയത്. അതുകൊണ്ട് തന്നെയാണ് പോയത്. വഞ്ചിക്കപ്പെട്ടു. ഇപ്പോൾ അതേ സംഗീതം മറ്റൊരിടത്ത് നിന്ന് കേൾക്കുന്നു. അപ്പോൾ ഇവിടെയും എന്താണ് കിട്ടാൻ പോകുന്നത്? എന്തിനാണ് അവിടെ എത്തിയത്? ഇല്ല, സംഗീതം മാറി. അവിടെ ഇന്ത്യൻ ക്ലാസിക്കലായിരുന്നു, അല്ലെങ്കിൽ മൊസാട്ടാണ്. അപ്പോൾ അവിടെ എന്തോ മാറിയെന്ന് തോന്നുമ്പോൾ അവിടെ മാറിയത് മൂലം ഇവിടെ ഉണ്ടായ സ്വാധീനം മാറിയോ എന്ന് നോക്കൂ. എന്നാൽ അവർക്ക് ശിക്ഷ ലഭിക്കണമെന്നത് പൂർണ്ണമായും ഒഴിവാക്കൂ. വൈകാരിക നീതിയും വൈകാരിക പീഡനവും. മുകളിൽ ആരുമിരുന്ന് നമ്മളുമായി മധുരമുള്ള റൊമാൻറ്റിക് കളികൾ കളിക്കുന്നില്ല. പുറത്ത് സംഭവിക്കുന്നതെല്ലാം ക്രമരഹിതമാണ്. ആകാശത്ത് കഥകൾ എഴുതിയിട്ടുണ്ടെന്ന് കരുതരുത്. നമ്മൾ ജോഡികളായി ജനിച്ചവരാണെന്നോ, അല്ലെങ്കിൽ 4 തവണ ഭാഗ്യം ലഭിക്കുമെന്നോ, അല്ലെങ്കിൽ എന്റെ കഥയുടെ അടുത്ത അധ്യായം ആരാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല. എന്നാൽ ആരായാലും അത് പിങ്കുമഷി കൊണ്ടാണ് എഴുതിയതെന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളോ നടക്കുന്നുണ്ടെന്ന്. ആരും ഒരു അധ്യായവും എഴുതിയിട്ടില്ല. നമ്മൾ മണ്ണാണ്, നമ്മൾ പൊടിയാണ്. നമുക്ക് എന്ത് അധ്യായമാണ് ഉണ്ടാവുക? ഇന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു, നാളെ നിങ്ങൾ കത്തുന്നുണ്ടാകും. നിങ്ങൾക്ക് മുമ്പ് ഞാൻ കത്തിത്തീർന്നിട്ടുണ്ടാകും. എന്ത് ചോദ്യം, എന്ത് കഥ? ആരെങ്കിലും ഇരുന്ന് നമുക്കായി ഒരു പ്രത്യേക പുസ്തകം എഴുതാൻ മാത്രം നമ്മൾ ഇത്ര വിശിഷ്ടരാണെന്ന് കരുതുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. ഭൗതികശാസ്ത്ര നിയമങ്ങൾ മാത്രം, അത്രയേയുള്ളൂ.